ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിന് വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. നിങ്ങൾ അധ്വാനിച്ച കാശും കൂടി ഒരു തോർത്തും ഉണ്ടെങ്കിലും നിങ്ങൾ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് അത് അച്ഛൻ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേദ എന്നുള്ള പേരല്ല, ശരിക്കും എൻ്റെ പേര് വേദാളം എന്നാണ് നിങ്ങളാക്കിക്കോളാൻ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിനായകൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നന്ദിനി ആ ഡ്രസ്സൊക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പലതേ നോക്കിയേ, വിക്രം അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്തതാ, വിവാഹ വാർഷികത്തിന് ഡ്രസ്സ് എടുത്തതാ, ഇത് അവൾ പറഞ്ഞ് ജയിച്ചതാ. അച്ഛന് അവളോട് അവനോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടേ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ സ്നേഹം ഉണ്ടാവുന്ന കരുതിയിട്ട് മേടിച്ചതാ. പക്ഷെ അച്ഛനത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് താഴത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്നുണ്ടപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതേ വിനായകനെ ഇതിട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. ഷർട്ട് ഇത്തിരി ലൂസാവും, പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അവനോട് ചോദിച്ചോ, എന്തിനാണ് ചോദിക്കുന്നത്? അത് തന്നെ ഇപ്പോൾ സ്വന്തം ചേട്ടനും ചേട്ടത്തിക്കും വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അത് ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്. എന്താ, പുറത്തു പോകാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം റെഡിയായി വരാം, ഫ്രൈഡ് റൈസ് തിന്നിട്ട് കുറേ നാളായി. അതൊന്നുമില്ല, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, നമുക്ക് വിവാഹ വാർഷികമായിട്ട് അച്ഛനമ്മയ്ക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, എന്താ ഇപ്പോൾ ഒരു പുതിയ ഇതൊക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. വിശ്വേട്ടന് ഒരു 10 പൈസ പോലും വീട്ടിലേക്ക് കൊടുക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വില കിട്ടുന്നുണ്ടോ? നമ്മൾക്ക് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ചിലവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുത്താറുമില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് അച്ഛനും അമ്മയ്ക്ക് കൊണ്ടു കൊടുത്താലും നിങ്ങളോടുള്ള സമീപനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുക എന്തായിരിക്കും, എവിടെ നിന്ന് ഫ്രീ കിട്ടിയതാടാ ഈ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നല്ലേ ചോദിക്കുള്ളൂ എന്ന് പറയാൻ. അത് ശരിയാണ്. അപ്പോൾ തൽക്കാലം അങ്ങനെ വേണ്ട, നിങ്ങളിപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്താലേ നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ കാശ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പെൻഷൻ കൊണ്ട് പകുതി അച്ഛൻ്റെ പെൻഷൻ പകുതി അമ്മയ്ക്ക് കിട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ നിങ്ങൾ ചത്തുപോയാലേ എനിക്ക് എന്ത് കിട്ടും? എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് പെൻഷനും ഇല്ല, ഒന്നുമില്ല. വല്ലവരും ഭൂമി വിറ്റാലോ മേടിച്ചാലോ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടും. അച്ഛന് പെൻഷനുണ്ട്, കൃഷിഭൂമിയുണ്ട്, അപ്പോൾ അച്ഛന് വരുമാനം ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതാ ശരിയെന്ന് ചോദിക്കാം. നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണ്. പിന്നെ ഒരു വിഷയം ജോലി കഴിഞ്ഞ് വരുന്നതാണ് കാണിക്കുന്നത്. ശ്രീജ ഓടി ചെന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഒരിടത്ത് ഇരുന്ന് തന്നെയുള്ള ജോലിയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ നടന്നാണ് ഞാൻ വന്നത്, അതിൻ്റെ ക്ഷീണമാണെന്ന് പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിടായിരുന്നു ചോദിക്കുകയാണെ. നീ തന്ന 150 രൂപയല്ലേ, അത് അങ്ങനെ മുഴുവനായിട്ട് ചിലവാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീജയ്ക്ക് അതൊരു അത്ഭുതം പോലെ തോന്നാണ് കേട്ടോ. അങ്ങനെയൊന്നും പൈസ മിച്ചം പിടിക്കുന്ന ആളല്ലല്ലോ വിഷയം. എന്തായാലും ഈ ജോലിക്ക് പോകണം. ഒരു മാസം മുമ്പായിരുന്നു ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മയ്ക്കും വിവാഹ വാർഷികമല്ലേ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോൾ സാരില്ല, അടുത്ത വർഷത്തെ അച്ഛൻ്റെ അമ്മയും വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാം എന്ന് പറയാം കേട്ടോ. ശ്രീജ മനസ്സിലാക്കി എൻ്റെ വിശേഷം തന്നെയാണോ ഇത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം വിക്രം ഇങ്ങനെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. സ്വന്തം അധ്വാനം കൊണ്ട് ഒരു തോർത്തുമുണ്ടെങ്കിലും നിങ്ങൾ അച്ഛന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാലോചിച്ച് പോകുന്ന സമയത്ത് ശ്രീനിവാസ സാറ് വിളിക്കുകയാണ്. സാർ ശരി സാർ, ഞാനിപ്പോൾ വരാം, 5 മിനിറ്റിനുള്ളിൽ ഞാനവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് കമലാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മാഷ് വരികയാണ്. എന്താ കമല നീ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ വെറുതെ തുണി എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് തുണി എടുക്കുന്നില്ലല്ലോ. ഞാൻ അതേ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് തുണിയൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഡ്രസ്സ് ഞാൻ അവന് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഡ്രസ്സ് വേണ്ടാന്നല്ലല്ലോ പറഞ്ഞത്. അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്കല്ലേ ചെയ്തത്. കണ്ണ് കലങ്ങിയിട്ടാണ് എൻ്റെ മോനെ ഇവിടുന്ന് പോകുന്നത്. എല്ലാ കാലത്തും നമ്മളിങ്ങനെ അവനെ തള്ളി പറഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ നന്നാവും എന്ന് കമലാമ്മ മാഷോട് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയാണ്, നീ പറയുന്നത് ശരിയാണ്, ഞാൻ അവനെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ എന്നിട്ടും അവൻ ഈ ചെളിക്കുണ്ടിൽ നിന്ന് മാറി ജീവിക്കാൻ അവൻ തീരുമാനിക്കുന്നുണ്ടോ? എനിക്കറിയാം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ജയിലിൽ പോയതും തിരികെ വന്നതും ഞാൻ അവനെ തള്ളിക്കളഞ്ഞതും അവൻ്റെ ജീവിതം സ്വയം നശിപ്പിച്ചു തുടങ്ങിയതൊക്കെ എനിക്കറിയാം. പക്ഷേ സുധാകരൻ മാഷ് പഠിപ്പിച്ച പിള്ളേർ എല്ലാവരും നന്നായി. പക്ഷേ എനിക്ക് ജനിച്ച 3 മക്കളും പാഴായിപ്പോയി. നീ ദൈവത്തിനോട് എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ എനിക്ക് നല്ലത് വരണം എന്നൊക്കെ? എന്നിട്ടും എൻ്റെ കമല ദൈവം എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവൻ എന്തെങ്കിലും നന്നാവും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ നന്നാവണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുധാകർ മാഷ് പറയുന്നത്, അവൻ നന്നാവണം തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളത് കമല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തിരി അണയാതെ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മനെ കെട്ടിപ്പിടിച്ച് സുധാകർ മാഷും കരയുന്നുണ്ട്, കമലാമ്മയും കരയുന്നുണ്ട് കേട്ടോ.
പിന്നീട് വിക്രം വരുമ്പോൾ വിക്രത്തിന് ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുക്കാൻ കേട്ടോ ശ്രീനിവാസ സാറ്. കൺഗ്രാജുലേഷൻ സഖാവേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഷെയ്ക്കിൻ്റെ കൊടുക്കാൻ കേട്ടോ. എന്താ സംഭവം എന്ന് വിക്രം ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അതെ ബൈ ഇലക്ഷൻ ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് പാർട്ടിയിൽ ചെറിയൊരു സ്ഥാനമാറ്റങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയിൽ സംസ്ഥാന യൂത്ത് വിങ് സെക്രട്ടറി ആയിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കേട്ട് വിക്രം പറയുന്നത്, സാർ എന്തേ പറയുന്നത്, എനിക്കതൊന്നും പറ്റൂലാത്ത പണിയാണെന്ന് പറഞ്ഞൂടെ. എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഒന്നുമുള്ള കഴിവില്ല സാർ എന്ന് പറയണം. അപ്പോൾ ശ്രീനിവാസ സാർ പറയുന്നുണ്ട്, അങ്ങനെ ആൾക്കാരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് മാത്രമാണോ ആൾക്കാർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്? ഒരു ജോലിയും ചെയ്യാതെ വണ്ടിമേൽ ഇറങ്ങാതെ എത്രയോ പാർട്ടിക്കാരുണ്ട്, എത്രയോ രാഷ്ട്രീയക്കാരുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അതൊന്നും സാറില്ല എന്നൊക്കെ പറയും. പക്ഷേ വിക്രം പറയുന്നത്, വേണ്ട സാർ വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ എന്നിട്ട് ഒരു വെള്ളമുണ്ടും ഷർട്ടും കൊടുക്കാൻ കേട്ടോ. അതെ ഇതിട്ട് ഇന്നൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം, ഒരു ജില്ലാ സമ്മേളനം ഉണ്ട്, അതിന് പോകണം, ഇന്ന് തുടക്കം കുറിക്കാമെന്ന് പറയും കേട്ടോ. അയ്യോ വേണ്ട സാർ, ഇനിയിപ്പോൾ ഇത് ഇന്നിട്ടില്ലെങ്കിലും പിന്നിട്ടാലും മതി എന്ന് പറയും കേട്ടോ. വേണ്ട, അതല്ല, ഞാൻ ഇന്നെൻ്റെ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, അപ്പോഴാണ് സാറ് വിളിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ വീട്ടിലൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയേ പറ്റൂ എന്ന് പറയാനേ സാറിനെ ധിക്കരിക്കുകയാണെന്ന് തോന്നരുതെന്ന് പറയും. ശരി എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഒരു ദിവസമാവാം, താൻ പൊക്കോ എന്ന് പറഞ്ഞ ശ്രീനിവാസ സാർ ഇങ്ങനെ എന്തോ ഒരു വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോകും. പിന്നീട് ജോസഫിൻ്റെയും അതുപോലെ തന്നെ അനിയൻകുട്ടൻ്റെയും രാജേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതേ ഈ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഇവന് പറ്റിയതൊന്നും അല്ല എന്ന് ജോസഫ് പറയും. അത് ശരിയാണ്, താൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയും, ശരിയാണ്, നല്ല മനസ്സും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും പരിശുദ്ധിയുള്ള മനസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, രാഷ്ട്രീയക്കാരാവാൻ പറ്റുള്ളൂ, എങ്കിലല്ലേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ. ഇവൻ അതിനൊന്നും പറ്റൂല എന്ന് പറയും. അപ്പോൾ വിക്രം പറയാൻ, എനിക്കിപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ മനസ്സിൽ എന്ന് പറയട്ടോ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു ജോലി വേണം. ജോലിയോ? നീ എന്തേ പറയുന്നതെന്ന് ചോദിക്കട്ടോ. അതെ, 1-2 ദിവസത്തേക്ക് എനിക്കൊരു ജോലി വേണം, അപ്പോൾ കുറച്ച് പൈസ വേണമെന്ന് പറയാം. പൈസയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പൈസ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ. അതല്ല, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വേണമെന്ന് അറിയട്ടോ. അപ്പോൾ ജോസഫ് പറയാം, ആഹാ, സ്വന്തമായി നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വേണമല്ലേ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഇത് നിൻ്റെ ഐഡിയ അല്ല, ഇത് നിൻ്റെ ആ വേദ പറഞ്ഞെന്ന ഐഡിയ അല്ലേ? സത്യം പറയും, നിന്നെ അവളല്ലേ ഇളക്കി വിട്ടത് എന്ന് പറയും. എന്നെ ആരും ഇളക്കി വിട്ടതൊന്നുമല്ല, എന്തായാലും ഞങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇത് നിൻ്റെ ഐഡിയ ആണെന്ന് പറയട്ടോ. എനിക്ക് എന്തായാലും ഒരു ജോലി വേണം, ഉറപ്പായിട്ടും 2 ദിവസത്തേക്കെങ്കിലും എനിക്കൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ രാജേട്ട് ചോദിക്കണ്ടേ, നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ? അതിനെന്താ, ചുമക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അനിയൻകുട്ടനും ജോസഫൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാഷും കമലാമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ട് 4 പേരുടെ പേരിൽ പുഷ്പാഞ്ജലി പറയാൻ കേട്ടോ. ഒന്ന് വിശ്വം, അതുപോലെ വിനായകൻ, ശ്രീജ, നന്ദിനി. അപ്പോൾ മാഷ്, വിക്രം നമ്മുടെ മകനല്ലേ, അവൻ്റെ പേരിലും കഴിക്കണ്ടേ? അപ്പോൾ മാഷ് 3 പുഷ്പാഞ്ജലി കൂടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് കമലയുടെ അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും പേര് പറയണ്ട. വിക്രം എന്ന് പറയുമ്പോഴത്തേനും പൂരം നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോഴാണ് വിക്രത്തിൻ്റെ നാളും പേരും മുത്തശ്ശിക്ക് പോലും അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ മുത്തശ്ശി വന്നിട്ട് പറയാണ്, എന്താ എന്നെ കണ്ട് കിട്ടിയോ, ഇന്ന് നല്ലൊരു ദിവസമാണല്ലേ, എന്നിട്ട് മാഷിൻ്റെ പേരിൽ പുഷ്പാഞ്ജലി ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വകയാവട്ടെ, ഇവരുടെ പേരിലൊരു ദമ്പതി പൂജ കഴിക്കാമെന്ന് പറയും. അപ്പോൾ മാഷ് പറയും, അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയും. ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, മോള് പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പം മാഷ് താങ്ക് യു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ദമ്പതി പൂജ ഒന്നും കഴിക്കണ്ട. അപ്പോൾ കമലാമ്മ പറയും, അതെ മാഷിൻ്റെ പേരിലൊന്നും കഴിക്കാറില്ല എന്ന് പറയും കേട്ടോ, അതുകൊണ്ടാണ് ഒരു പുഷ്പാഞ്ജലി പോലും കഴിക്കാത്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, അതെ സ്വന്തം പേരിൽ വഴിപാടൊന്നും കഴിക്കണ്ടെന്ന് അവനവന് തോന്നും, പക്ഷേ മറ്റുള്ളവർ അത് ചെയ്യേണ്ടെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് അവകാശമില്ല, കാരണം അത് ദൈവം തോന്നിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ കമലാമ്മൻ്റെ പേരിൽ സുധാകരൻ കമല എന്ന് പറഞ്ഞിട്ട് ഒരു ദമ്പതി പൂജയ്ക്കുള്ള പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. മാഷാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.